ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുമലയുടെ അടിവാരത്താണ്. അതായത് ഇതാണ് കുരിശുമല, അവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ പോകുന്നത് കുരിശുമലയിലോട്ടല്ല, നമ്മൾ പോകുന്നത് കൊണ്ടാട്ടി മലയിലോട്ടാണ്. ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. നമ്മൾ കുരിശുമലയുടെ അടിവശത്തൂടെയാണ് വരേണ്ടത്. അതായത് 13-ാം നമ്പർ കുരിശിൻ്റെ അവിടെ നിന്ന് ഇടതുവശത്തോടു കൂടിയാണ് ഈ കൊണ്ടാട്ടി മലയിലേക്ക് പോകേണ്ടത്. അത് ഒരു വഴി മാത്രമാണ്, പല വഴിയുണ്ട്. നമ്മൾ അതുവഴിയാണ് പോകുന്നത്. അതുവഴി വരുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതേപോലെ ഒരു ചെറിയൊരു പാറയും കുറച്ച് കാട് പിടിച്ച സ്ഥലങ്ങളാണ്. ഇതുപോലെ അതുവഴി ഇങ്ങനെ വരിക. ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. അതായത് കുരിശുമല സംഗമ വേദിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ അവിടെ ടൂറിസം മേഖല എന്നൊരു ബോർഡ് കാണാം. ആ ബോർഡിൻ്റെ അവിടെ നിന്നൊരു ഓഫ് റോഡ് വരണം. ജീപ്പൊക്കെ പോവും, ഓഫ് റോഡ് ബൈക്കും പോവും. അതുവഴി വന്നാലും ഈ കൂനിച്ചി മല, കൊണ്ടകെട്ടിയ മലയൊക്കെ വരാം. നമ്മളിപ്പോൾ പോകുന്നത് കൊണ്ടകെട്ടിയ മലയിൽ മാത്രമാണ്. ഇതുപോലത്തെ നിറയെ കാടാണ്. നമുക്കിപ്പം വളർന്നു നിൽക്കുന്ന ഈ പുൽച്ചെടികളാണ് ഇത് പണ്ട് വാറ്റാനൊക്കെ എടുക്കുന്ന വാറ്റുപുല്ലിൽ പെടുന്നതാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അടിപൊളി വ്യൂ ആണ്. ആ കുരിശുമലയിൽ അതിൻ്റെ മണ്ടേ ആക്കാറിരിക്കുന്ന കാണാം. അവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കുരിശ് കാണത്തില്ല. ഇതുപോലുള്ള ഒരു ഹിഡനായിട്ടുള്ള സ്ഥലം കൂടിയാണ്. എല്ലാവരും പറയുന്നത് പരിചയമില്ലാതെ വരരുതെന്നാണ്. അതുപോലെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഒറ്റയ്ക്ക് വരണമെന്ന്. ഇത് ഡേഞ്ചറായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അതിഭയങ്കരമായ കുഴിയും കൊക്കയും ഒക്കെയാണ്. ഇനി ഞാൻ താഴോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. ഇപ്പം ആ കുരിശ് കാണാം. കുരിശ് മലയെ സ്ഥാപിച്ച കുരിശ് കാണാം. ഇപ്പോൾ ഇന്ന് ഞാനും എൻ്റെ മോന് മാത്രമാണ്, നമ്മൾ രണ്ടുമാണ് ഇന്ന് പോകുന്നത്. അതുപോലെ രണ്ട് വശം ഭയങ്കര കൊക്കയാണ്. നമുക്ക് കയറാൻ ഒരു വഴിയുണ്ട്. റിസ്ക്കാണ് എങ്കിലും ഈ വഴിയാണ് നമുക്ക് കയറാറ്. ഒരു കയറ് ആരോ കെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് പിടിച്ച് തന്നെ കയറാം. രണ്ട് കാര്യം പിടിച്ചു. ഇത് ഹൈലി റിസ്ക് ആണ് കേട്ടോ ഇവിടെ കയറാൻ. ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കയറാം, പെട്ടെന്ന് കയറാം. ഇത് നമുക്ക് ക്യാമറയും പിടിക്കണം. എൻ്റെ കാല് പിടിച്ചോ. ഇപ്പോൾ വരുന്ന വഴി ഈ പാറ വിടവിൽ കൂടി ഇതാണ് ഈ ഒരു മരം നിൽപ്പുണ്ട്. ഈ മരത്തിൻ്റെ ലക്ഷ്യമായിരിക്കും അറിയാതെ. ഈ വഴി സജസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാൻ കാരണം ഇതാണ്. ഇതുപോലെ ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല. വഴി നമ്മൾ തന്നെ ഉണ്ടാക്കണം. ശരിക്കും ഇത് കൊണ്ടകെട്ടിയാണോ വില്ലൂന്ന് മലയാണോ എന്നും അറിയത്തില്ല. ചിലർ പറയുന്നത് കൊണ്ടകെട്ടിയെന്നും ചിലർ വില്ലൂന്ന് എന്നും പറയുന്നുണ്ട്. വില്ലൂന്ന് മലയെന്ന് പറയാൻ കാരണം ഇവിടെ പണ്ട് കാലത്ത് ഈ കൊണ്ടകെട്ടി, കുനിച്ചിമല, അപ്പർ കുനിച്ചി ഈ ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് മൃഗങ്ങളെ നേരിടാൻ വേണ്ടി ആൾക്കാർ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് വില്ലുവന്നി മലയായി മാറിയത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ വരുന്ന വഴിയൊക്കെ ഉള്ള ആടം കണ്ടില്ലേ, ഇതുപോലെയാണ്. കാലം തെറ്റിയാൽ അങ്ങ് താഴെ. ഇത് നമ്മളെ ഇടത് വശത്ത് കാണുന്ന കൊക്കയാണ് കേട്ടോ. അതുപോലെ വലത് വശത്ത് കൊക്കയാണ്. അപ്പോൾ ഇത് രണ്ട് വശത്തും കൊക്കയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ചെറിയൊരു വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഇതാണ് വലതുവശത്ത് കാണുന്നത് കൊക്ക. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികൾ. കണ്ടില്ലേ, എൻ്റെ മോൻ വരുമ്പോൾ മോൻ്റെ കാലം ഉയരത്തിലാണ് ഈ പുല്ല് വളർന്ന് കിടക്കുന്നത്. വാറ്റ് പുല്ല് വളർന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തെത്തി. അങ്ങനെ നടന്ന് മറ്റൊരു വശത്തെത്തി. പല ഏടും മേടും
പാറക്കെട്ടും പാറയുടെ വിടവുകളും ഇതൊക്കെ കയറി വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ. പക്ഷേ എത്തുമ്പോഴുള്ള വ്യൂ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞറിയിക്കത്തില്ല. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന മല. ഇപ്പം നമ്മൾ ഏകദേശം എത്താറായി. അങ്ങനെ കയറി ഒരു പരുവായി. നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുക. ഇവിടെ ഉള്ളൊരു വ്യൂ ഞാൻ കാണിച്ചുതരാം. ഇതുകൊണ്ട് അതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന കുരിശുമലയാണ്. കുരിശുമലയുടെ ടോപ്പ്. ഇത് ചിറ്റാർ ഡാം. ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പറഞ്ഞറിയിക്കാൻ വയ്യ. അത്ര സൗന്ദര്യവും അത്ര കാഴ്ചകളുമാണ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് കണ്ട് ഈ മലയാണ് കയറേണ്ടത്. ഇതുപോലെ ഇടുങ്ങിയ വഴികളൊക്കെ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വഴികളൊക്കെയാണ്. എന്നാലും കയറാൻ നല്ല സുഖമാണ്. ഇപ്പം സമയം ഏകദേശം 11 മണിയായി കാണും. നല്ല വെയിലുണ്ട്. അതുപോലെ നല്ല കാറ്റും തണുപ്പും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരാൻ ഏറ്റവും നല്ലത് മൺസൂൺ സമയത്ത് തന്നെയാണ്. മഴ സമയത്ത് തന്നെ വരണം. കാരണം അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞറിയിക്കത്തില്ല. മൊത്തം കോടയായിരിക്കും. ഈ മല മൊത്തം കോടയിൽ മൂടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ വേനലായതുകൊണ്ടാണ് കോടയൊന്നും ഇല്ലാത്തത്. എനിക്ക് എപ്പോഴും ക്യാമറ നോക്കാൻ പറ്റില്ല, മറിഞ്ഞു വീഴും. കാരണം അത്ര അടിപൊളി സ്ഥലമാണ്. നമ്മൾ കയറി ഏകദേശം ടോപ്പിലെത്തിയെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ മഴ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ നിറയെ പൂക്കളെന്നാണ് താഴെ ഉള്ളവർ പറയുന്നത്. നിറയെ പൂക്കളാണ്. അങ്ങനെ ടോപ്പിലെത്തി ഒരു കൊച്ചു കിളി. ഇനി മറ്റൊരു കാഴ്ചയൊക്കെ ഒന്നും അവസാനമില്ല. അത് നെയ്യാർ നദിയുടെ ഭാഗങ്ങളാണ്. മറുവശം പേപ്പാറ ഡാമിൻ്റെ ഭാഗമാണ്. അതിന് രണ്ടും ഒന്നാണെന്ന് അറിയില്ല. ഞാൻ ഒരു ഏകദേശം ഊഹം വെച്ച് പറഞ്ഞു. ഈ മലനിരകൾ അഗസ്ത്യാർകൂട മലനിരകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. ഇതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. അഗസ്ത്യാർകൂടം ഉണ്ട്, അഗസ്ത്യമലയുണ്ട്. അഗസ്ത്യമല എന്നാണ് തമിഴന്മാർ പറയാറ്. അത് ഈ ഭാഗത്തായിട്ട് വരും. നമ്മുടെ അഗസ്ത്യാർകൂടമല്ല, അവർ അഗസ്ത്യമല എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് വ്യൂ? ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് നാല് ഡാം വ്യക്തമായിട്ട് കാണാം. ചിറ്റാർ നദിയുടെ ഒരു ഭാഗം, ഇനി മറുവശം പേച്ചിപ്പാറ ഡാം, നെയ്യാർ ഡാം, പിന്നെ അങ്ങ് അപ്പുറം ഒരു ഡാം ഒരുപാട് ദൂരെ. അത് ക്യാമറ എന്തായാലും കിട്ടൂല, ഗോപ്രോയിൽ കിട്ടൂല. അത് പേപ്പർ ഡാം ആവാനേ സാധ്യതയുള്ളൂ. ഞാൻ താഴത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കിടന്ന് കാണിച്ചു തരാം. അത് നേരെ പോകത്തില്ല, ഭയങ്കര കാറ്റാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. കൊക്കാണ്ടില്ലേ കുഴി കാറ്റടിച്ചാൽ ഞാൻ ഊരി അങ്ങ് വീഴും. നമ്മൾ എണീറ്റ് നിൽക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. അത്രയും കുഴിയാണ്. താഴെ കാണാൻ വയ്യാത്ത കണക്ക് കുഴിയുണ്ട്. അങ്ങനെ എന്തായാലും ബ്ലൂ വാലി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. നമ്മൾ കുരിശുമല കയറുമ്പോൾ ഏകദേശം ടോപ്പ് ചെല്ലുമ്പോൾ 13ാമത്തെ കുരിശ് കാണാം. ഇതാണ് 13ാമത്തെ കുരിശ്. അതുപോലെ ഈ പാറൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. സിൽവർ പെയിൻറ്റിട്ടാണ് എഴുതിയത്, അതുകൊണ്ട് മായത്തില്ല. അതുപോലെ മറ്റൊരു അടയാളം കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബോർഡ്. പിന്നെ ഈ ഒരു മുള. അപ്പോൾ അതിന് എതിരിനായിട്ട് കുറച്ച് കാറ്റാടി മരങ്ങൾ ദാഹിക്കുന്ന ഈ കാറ്റാടി മരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇടതോട്ട്, അതായത് 13ാമത്തെ കുരിശ് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് ഇവിടെ 1-2 കാറ്റാടി മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ സെയിം കുരിശ് വഴി കയറുന്ന സെയിം വഴി തന്നെയാണ്. കയറി കുറച്ച് ശകലം ഒരു 10 മീറ്ററോളം മുകളോട്ട് കയറുമ്പോൾ അവിടെ കുറച്ച് കാറ്റാടി മരങ്ങൾ ഇപ്പോൾ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ അപ്പോഴവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വഴി താഴോട്ട് കിടപ്പുണ്ട്, കണ്ടല്ലോ? താഴോട്ട് കിടക്കുന്ന ആ വഴിയാണ് കൊണ്ടകെട്ടിയിലേക്ക് പോവേണ്ടത്. അതുപോലെ ഇതിനടുത്തായിട്ട് മറ്റൊരു അടയാളം, ഇത് നമ്മുടെ നാട്ടിലെ കുടപ്പിന്നി എന്ന് പറയും. ഇതിന് ഈ മരത്തിൻ്റെ കുടപ്പിന്നി എന്ന് പറയും. ചെറിയ മഞ്ഞ ധാരാളം ഉണ്ടാവും. അതുവഴി കാട്ടിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്. നമുക്ക് അതുവഴി പോയാൽ മാത്രമേ നമുക്ക് കൊണ്ടകെട്ടിയിലേക്ക് പോകാൻ പറ്റൂ. പലരും വീട് കിട്ടേക്കുന്നത് കൊണ്ടകെട്ടിയിലേക്ക് പോകുന്ന വഴി എന്നാണ്. ശരിക്കും അത് കൊണ്ടകെട്ടിലേക്ക് പോകുന്ന വഴിയല്ല, ഇത് വില്ലൂന്ന് മലയിലേക്ക് പോകുന്ന വഴിയാണ്. കൊണ്ടകെട്ടി മല അതിനപ്പുറത്താണ്. അത് നമുക്ക് അവിടെ നിന്ന് കൊണ്ടകെട്ടിലേക്ക് പോകാൻ കഴിയില്ല.
ഞാൻ പോയി നോക്കിയായിരിക്കും പറ്റത്തില്ല. നമ്മൾ പോയിട്ട് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്, വഴി കറക്റ്റ് പറയാൻ വേണ്ടി.